നിപ്പ വീണ്ടും ഭീതി പടർത്തി കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടായിരുന്നു. ചെറിയൊരു ആശ്വാസമുണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു ആശ്വാസമുണ്ട്. ഇതിന് പരിശോധനാ ഫലങ്ങളിൽ നമുക്ക് നെഗറ്റീവ് ഫലങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു ആശ്വാസം. എന്തായാലും മലപ്പുറത്തെ നിപ ഭീതിക്കിടെ ആശ്വാസമായി പരിശോധനാ ഫലങ്ങൾ. രോഗലക്ഷണമുണ്ടായിരുന്നവർ ഉൾപ്പെടെ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ജില്ലയിൽ 80 പേർ കൂടി പുതിയതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ദുബായിൽ നിന്നെത്തിയ എടവണ്ണ സ്വദേശി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്രവ പരിശോധനയ്ക്കായി യുവാവിന്റെ സാമ്പിൾ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. വി എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ നിപ ഭീതിക്കിടെ പരിശോധനാ ഫലങ്ങൾ ഏതായാലും ഇപ്പോൾ 16 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ എംപോക്സ് ബാധ സ്ഥിരീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്തെല്ലാം മുൻകരുതലുകൾ ആയിരിക്കും അവിടെ തുടരുന്നത്? ഏതായാലും ഈ നിപ ഭീതി തുടരുമ്പോൾ എംപോക്സും കൂടി ഉണ്ടാവുമ്പോൾ എന്തെല്ലാം മുൻകരുതലാണ് പ്രധാനമായും മലപ്പുറത്ത് തുടരുന്നത്? രഞ്ജിത്ത്. തുളസി, ഇന്നലെ പുറത്തു വന്ന 3 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 16 സാമ്പിളുകൾ നെഗറ്റീവായി എന്നുള്ളതാണ് ഈ നിപ ഭീതിയിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ യുവാവ് മരണപ്പെട്ടു. ആ യുവാവുമായി ബന്ധപ്പെട്ടുള്ള ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട 13 പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ രോഗലക്ഷണങ്ങൾ ഉള്ളവരെയാണ് തുടക്കത്തിൽ പരിശോധനയ്ക്ക് അയച്ചത്. അവരെല്ലാം ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് 32 പേര് മാത്രമാണ്. നേരത്തെ ഈ മമ്പാട് പോലുള്ള പഞ്ചായത്തുകളിൽ, വണ്ടൂർ, മമ്പാട് പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ സർവേ നടത്തിയപ്പോൾ ഒരു 49 പേർക്ക് പനി ബാധിതരായി കണ്ടെത്തിയിരുന്നു. അതിലൊരാൾ മാത്രമാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. അയാളുടേത് ഉൾപ്പെടെയുള്ള സർവേ ഫലങ്ങളായിരുന്നു ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുള്ളത്. അപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള സർവേകളിൽ മുഴുവൻ ഈ സ്രവങ്ങളിൽ മുഴുവൻ നെഗറ്റീവായി എന്നുള്ളതാണ്. ഇനിയും പരിശോധനാ ഫലങ്ങൾ പുറത്ത് വരാനുണ്ട്. ഇപ്പോഴും സർവേകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 146 ടീമുകളിലായി ഈ ഗ്രാമങ്ങളിലുള്ള പനിബാധിതരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ തന്നെ ഈ ഐസൊലേഷൻ വാർഡുകളും ICUകളുമൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. അവിടെയെല്ലാം നിപ ബാധിതരെ കണ്ടെത്താനും അവിടെയൊക്കെ ഐസൊലേഷൻ നടത്താനുമുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ട്, പക്ഷെ ഇതുവരെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് മങ്കി പോക്സ് ലക്ഷണങ്ങളോടുകൂടി ശരീരത്തിൽ പനിയും അതുപോലെ തരിപ്പും ഒക്കെയായി ഒരാൾ മലപ്പുറം എടവണ്ണ സ്വദേശിയാണ്. അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെയും ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ പോസിറ്റീവ് ആണ് എങ്കിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത ആളുകളെ ഉൾപ്പെടെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ ഐസൊലേഷനിലേക്ക് മാറ്റണോ ആശുപത്രിയിലേക്ക് മാറ്റണോ എന്നുള്ളതെല്ലാം തന്നെ ഈ പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.